കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രെനോളജി, തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ക്രേനിയോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി, ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡന്റോളജി, മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി, കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി, ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി, ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അഡിനോളജി.